ഈ അപകടത്തിന് മുഴുവനുമായി കാരണമായത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ആ മൗനത്തിന് തീർച്ചയായിട്ടും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അവരുടെ ഭൂമി അവർക്ക് ഒരു തരത്തിലും ക്രയവിക്രയം ചെയ്യാനായിട്ട് പറ്റാത്തതായി മാറിക്കഴിഞ്ഞു. ആധാരം രേഖപ്പെടുത്തി കൊടുത്ത സമയത്ത് ഇത് എല്ലാ തരത്തിലുള്ള ക്രയവിക്രയത്തിനുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം നൽകുന്നതെന്ന് രേഖപ്പെടുത്തിയ രേഖയായിട്ട് ആധാരം കയ്യിലിരിക്കുന്ന മനുഷ്യനോടാണ് പറയുന്നത്, നിനക്കിത് ക്രയവിക്രയം ചെയ്യാനായിട്ട് ഒരവകാശവുമില്ല. സർക്കാരിന്റെ രേഖയാണ്, സർക്കാരിന്റെ മുദ്രപത്രമാണ്, സർക്കാരിന്റെ വിൽപത്രമാണ്. അത് സമ്പൂർണമായിട്ട് രീതിയിൽ ലംഘിക്കപ്പെട്ട് കഴിയുന്ന ഈ മനുഷ്യൻ ഈ നിയമങ്ങളുടെ നൂലാമാലകളിൽ കിടന്ന് ശ്വാസം മുട്ടി ചാകാൻ പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നടക്കണമെങ്കിൽ നിയമപരമായ രീതിയിൽ തന്നെ അവർക്ക് അവകാശ ലഭ്യത ഉണ്ടായേ പറ്റും. അത് തുടങ്ങാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഈ താല്പര്യമായിട്ടുള്ള മാനുഷിക പരിഗണന എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളൂ. അവിടെ നിന്നും ഒരിക്കലും ഇത് പരിഹരിക്കാനായിട്ട് പറ്റില്ല. അവിടെ തുടങ്ങുക, അവിടെ നിന്ന് മുന്നോട്ട് പോകുക, അവിടെ നിന്ന് മുന്നോട്ട് പോയി ഇത് നിയമപരമായിട്ടുള്ള കെട്ടുപാടുകൾ പരിഹരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഇതിൽ ഈ പണം വാങ്ങിയിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കോളേജ്, ട്രസ്റ്റ്, പിന്നെ ഈ പവർ ഓഫ് അറ്റേണി വാങ്ങി ഇതെല്ലാം കൈകാര്യം ചെയ്ത വക്കീൽ, അവർ പ്രതികളാണ് ശരിക്കും പറഞ്ഞത്. സത്യത്തിൽ ഈ പുസ്തകങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് P.A. പ്രേംബാബു എത്തിച്ചു കൊടുക്കേണ്ടത് സ്വർഗത്തിലാണ്. ഒരു വേള ഞാൻ കരുതുന്നത് അദ്ദേഹം നരകത്തിലായിരിക്കുമെന്നാണ്. അതായത് 1950 നവംബർ മാസം 1-ാം തീയതി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് വേണ്ടി P.K. ഉണ്ണിക്കമ്മുവിനാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ചും ഖുർആൻ അല്ലെങ്കിൽ പിന്നീട് ഹദീസുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ശരീഅത്ത് നിയമങ്ങളിൽ നിന്നും ഒട്ടും അവഗാഹമില്ലാതിരുന്ന ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല ഇന്ത്യയിലെ സിവിൽ നിയമങ്ങളെ കുറിച്ച് പ്രാഥമികമായ ധാരണ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് മുനമ്പത്ത് ഈ പറയുന്ന ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് എന്ന് പ്രേംബാബു അടക്കം ഫാദർ അടക്കവും ആവർത്തിച്ച് പറയുന്ന ആളുകൾ ദരിദ്രർ മാത്രമല്ല പാമരന്മാരും കൂടിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അവിടെ തെങ്ങേറാൻ നടക്കുന്ന വേട്ടുവർ, അല്ലെങ്കിൽ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ അടുക്കള പണിക്ക് പോകുന്ന കുടുംബികൾ, അവരൊക്കെ പാമരന്മാരാണ്, ദരിദ്രന്മാരായിരിക്കുമ്പോൾ തന്നെ. പക്ഷേ ഫറൂഖ് കോളേജിനെ പോലെ അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് സമാനമായ രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുൻനിരയിൽ നിന്നിരുന്ന അവരുടെ വസ്തുവകകളിൽ മുനമ്പത്ത് പള്ളിപ്പുറം പഞ്ചായത്തിലുള്ള ഈ പറയുന്ന സിദ്ദിഖ് സേട്ട് വഖഫായി നൽകിയ ഭൂമിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സൂചനയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതിയിൽ ഫറൂഖ് കോളേജ് 4 വട്ടം ഇത് വഖഫാണെന്ന് പറയുകയും അതിനുശേഷം പിന്നെ ഇഷ്ടദാനമാണെന്ന് പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വേള കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച്, ഇന്ത്യയിലെ സിവിൽ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണ് P.K. ഉണ്ണിക്കമ്മു. ആ ഉണ്ണിക്കമ്മുവിന്റെ ട്രസ്റ്റ്, അതായത് ഫറൂഖ് കോളേജ് ട്രസ്റ്റ്, അതിന്റെ പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള ഈ പറയുന്ന അഡ്വക്കേറ്റ് മൈക്കിളും അഡ്വക്കേറ്റ് M.V. പോളും ഇത് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരാളും ചോദിച്ചില്ല. ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ പിന്നെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, തെങ്ങേറ്റ തൊഴിലാളികൾ ഒക്കെ ഈ ഭൂമി വാങ്ങുമായിരുന്നു. അതായത് ആ ഭൂമി വാങ്ങിയാൽ നിയമപരമായ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് ലഭിക്കില്ല. മാത്രമല്ല നിരവധിയായ നിയമക്കുരുക്ക്
ജീവിതം കടന്നു പോവുകയും ഏറ്റവും ഒടുവിൽ 4 വർഷമായി റവന്യൂ തടങ്കലിൽ താമസിക്കുന്ന മുനമ്പത്തെ ജനത ഇങ്ങനെ ആകുമായിരുന്നു. അവർക്കറിയില്ല. ഇത് അറിയാവുന്ന ആളുകൾ മിണ്ടാതിരിക്കുകയും അറിയുന്ന ആളുകൾ വിറ്റുതുലയ്ക്കുകയും ചെയ്താണ്. ഇവിടെ വാങ്ങിയവൻ ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒഴിയാൻ പറ്റില്ല എന്നാണ് വാങ്ങിയവർ പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മനുഷ്യോചിതമായ രീതിയിൽ മാഷെ നമുക്ക് എന്താണ് ചെയ്യാൻ? ഞാൻ നമ്മുടെ അധ്യാപകനെ കൂടിയായിട്ടുള്ള NM പിയേഴ്സൺ മാഷിനെ സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്. അതുകൊണ്ട് ഇതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ ഒന്നും ഞാൻ ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ഞാനവിടെ ഭൂമി വാങ്ങി താമസിച്ച ഒരു കുടുംബക്കാരനാണെങ്കിൽ, ഞാൻ അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമായിട്ട് വീട് വെച്ച് താമസിക്കുന്ന ഒരാളാണ് എങ്കിൽ എനിക്കെന്ത് തോന്നും, എനിക്കെന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്ന വിഷയം. എന്നുവെച്ചാൽ തികച്ചും മാനുഷ്യം മാത്രമാണ്. CS മുരളിന് മുമ്പ് സൂചിപ്പിച്ച വിഷയമാണ് എൻ്റെയും വിഷയം. ഞാൻ ഭൂമി വാങ്ങാനായി പോകുന്ന സമയത്ത് എന്നെ ബാധിക്കുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്നതായ സിവിൽ നിയമങ്ങൾ തന്നെ. നമ്മൾ ഭൂമി വാങ്ങാൻ പോകുന്ന സമയത്ത് സാധാരണ രീതിയിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ബാധ്യതാ സർട്ടിഫിക്കറ്റ്, മറ്റ് പലതരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പരിശോധിക്കുകയും അതിനുശേഷം നമ്മൾ ഭൂമി വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴും അന്നും എന്നും നിലവിലുണ്ടായത്. അപ്പോൾ ഈ ഭൂമി വാങ്ങാനായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ, അത്തരം പേപ്പറുകൾ, അത്തരം പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 5 സെൻറ്റോ 10 സെൻറ്റ് ഭൂമി വാങ്ങുന്നു. അങ്ങനെ ഭൂമി വാങ്ങി കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ അവകാശമില്ലാത്തതായിട്ടുള്ള ഭൂമിയാണ് എന്ന് ആരും എന്നോട് പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് വിൽക്കാൻ അവകാശമില്ലാത്തതായിട്ടുള്ള ഭൂമിയാണ് എന്ന് അത് വിൽപ്പന നടത്തുന്നതായിട്ടുള്ള വ്യക്തികളോട് ആരും പറയുന്നില്ല. ഒരു പ്രശ്നവുമില്ലാതെ സാധാരണ ഭൂമി കൈമാറ്റം പോലെ ഒരു ഭൂമി കൈമാറ്റം നടക്കുന്നു. നമ്മളതിനെ അന്ന് അക്കാലത്ത് നിലവിലുള്ള പണം എത്രയാണോ അത് കൊടുക്കുന്നു, ഞാനത് വാങ്ങുന്നു, ഞാനവിടെ താമസിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഭൂമി നിങ്ങൾ വാങ്ങാൻ പാടില്ലാത്ത ഭൂമിയാണ് എന്ന് പറയുകയും ഇത് ഇന്നയാൾക്ക് വിൽക്കാൻ അവകാശമില്ലാത്തതായിട്ടുള്ള ഭൂമിയാണ് എന്ന് വിധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താ? അതാണ് യഥാർത്ഥത്തിൽ മുനമ്പത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യൻ്റെ പ്രശ്നം. അതാണ്. അതിനാരാണ് ഉത്തരവാദി? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ മാനുഷിക പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പറ്റൂ. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഭൂമി, വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാം സമൂഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വാദിക്കാനും അത് സ്ഥാപിക്കാനും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അവിടെ താമസിക്കാനായിട്ട് ഭൂമി വാങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഒരു തെറ്റും ചെയ്യാതെ അവിടെ ഭൂമി വാങ്ങി താമസിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത്? നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാം. അത് പരിഹരിക്കേണ്ട സർക്കാരാണ്. കാരണം സർക്കാർ സംവിധാനം അശ്രദ്ധമായോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താതെയോ ഒക്കെ ആയിരിക്കണമല്ലോ ഈ ഭൂമിയെ കൈമാറ്റം ചെയ്യാനായിട്ട്, രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവദിച്ചത്. രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുകയും നമ്മളവിടെ അത് വാങ്ങുകയും നമ്മളവിടെ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് നിരന്തരമായി നമ്മളുടെ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ആ തുണ്ട് ഭൂമിക്ക് ചുറ്റുമായിട്ട് വളർത്തി വികസിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്.
അയാളുടെ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഉത്തരവിധിയാണ് സർക്കാരാണ്. പക്ഷെ സർക്കാരിന് പോലും അത് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സങ്കീർണമായ ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അത് പരിഹരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട, വളരെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന, എന്നുവെച്ചാൽ ഒരു സ്റ്റഡീഡ് ആൻഡ് സീസൺഡായ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വഖഫ് ബോർഡ് അതിനകത്ത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നതിന് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം. കാരണം ഇത് തെറ്റ് ചെയ്തവരെ, ഈ ഭൂമി വിറ്റ നമ്മളുടെ കോളേജിൻ്റെ അധികാരികളാണ്, അതുപോലെ തന്നെ അത് ഏറ്റെടുത്ത ട്രസ്റ്റിൻ്റെ അധികാരികളാണ്, അതിൻ്റെ പവർ ഓഫ് അറ്റോർണി വാങ്ങിയ വക്കീൽ, അദ്ദേഹം വക്കീൽ പ്രൊഫഷൻ ആയിട്ട് സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ പാടില്ലാത്തതല്ലല്ലോ. എല്ലാം അറിഞ്ഞിരുന്നിട്ട് പോലും അദ്ദേഹം ഒരു ജനതയെ, വലിയ ഒരു സമൂഹത്തെ അപകടകരമായിട്ടുള്ളൊരു മുനമ്പിലേക്ക് നയിച്ചു എന്ന് പറയുന്ന വലിയ കുറ്റകൃത്യത്തിന് വിധേയമായിരിക്കുന്ന വ്യക്തികളാണ്. വഖഫ് ബോർഡിൻ്റെ വലിയ കുറ്റം എന്താണ്? വഖഫ് ബോർഡ് ആ സമയത്ത് ആരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ്. വഖഫ് ബോർഡിൻ്റെ ഭൂമി മറ്റൊരാൾ വിൽക്കുന്ന സമയത്ത് വഖഫ് ബോർഡ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടില്ല, നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നത് ഇന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. അപ്പം ഇതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെ, അറിഞ്ഞു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ആരെയും അങ്ങനെ പറയുന്നില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്ത ആളുകൾ മുഴുവനും ഒരു തെറ്റും ചെയ്യാത്ത, അറിഞ്ഞും അറിയാതെയും ഒരു തെറ്റും ചെയ്യാത്ത അവിടെ ഭൂമി വാങ്ങിയ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം? അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഏറ്റവും വലിയ നൈതികമായ ചോദ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, മതത്തിൻ്റെ പ്രശ്നമല്ല, മനുഷ്യൻ്റെ പ്രശ്നം. ആ മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത്. 2 പുസ്തകങ്ങൾ വെച്ച് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല. 2 പുസ്തകങ്ങൾ വെച്ച് പരിഹരിക്കേണ്ട ഒരു കാര്യമല്ലത്. മറ്റ് നിയമങ്ങൾ വെച്ച് പരിഹരിക്കേണ്ട കാര്യങ്ങളല്ലത്. ഇത് തീർച്ചയായിട്ടും മനുഷ്യത്വത്തിൻ്റെ പേരിൽ പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കുന്നതിലൂടെ മാത്രമാണ് വഖഫ് ബോർഡ് പോലെയുള്ളതായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള പ്രസക്തിയും നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തർക്കിക്കാം, നമുക്ക് നിരന്തരമായിട്ട് വാദിക്കാം. പക്ഷേ ഈ വാദങ്ങളിലും തർക്കങ്ങളിലും കോടതികളിലും നമ്മൾ വിശ്വസിക്കുന്നത് ഇടക്കിടക്കുള്ള വെളിച്ചങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. കോടതികളെല്ലാം എപ്പോഴും മനുഷ്യന് നീതി നൽകുന്ന സ്ഥാപനമാണ് അല്ല. പലപ്പോഴും കോടതികൾക്ക് നമുക്ക് നീതി നൽകാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നാം ജീവിക്കുന്നതായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്ത് കോടതി ഒഴിച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ മുഴുവനും ജീർണപ്പെട്ടു പോവുകയും തെറ്റിലേക്ക് കൂപ്പുകുത്തുകയും മനുഷ്യനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഒരു അവസാന ആശ്രയം, അവസാന അത്താണി എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ കോടതികളെ കാണുന്നത്. ആ കോടതികളിൽ നിന്ന് വരുന്ന പല വിധികളും മനുഷ്യന് അനുകൂലമായതോ ജനാധിപത്യത്തിന് സ്വീകാര്യമായതോ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ടുള്ള ചില വിധികളെല്ലാം ജനാധിപത്യത്തിനും മനുഷ്യനും വെളിച്ചം പകരുന്നതും ആശ്വാസം പകരുന്നതും ഊർജം നൽകുന്നതുമാണ്. അതുകൊണ്ടാണ് നാം കോടതിയെ വിശ്വസിക്കുന്നത്. കോടതിയിൽ നമ്മൾ ഒരത്താണി കാണാനായിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കോടതിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും എന്ന് ഇതുവരെയുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള വ്യവഹാര ക്രിയകളുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സാധ്യമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഈ സമൂഹത്തിൻ്റെ ഊർജവും ശക്തിയുമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള മനുഷ്യർ പ്രത്യേകമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമോ മത താല്പര്യമോ വർഗീയ താല്പര്യമോ ഇല്ലാതെ മനുഷ്യനെ മാത്രം കാണുന്നതായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമാണ് ഇതിൽ നീതിയിലേക്കൊരു കണ്ണ് കാത്തുവെക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ആ കാഴ്ചയിൽ ഇത് പരിഹരിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ
അതൊരു കാൽപ്പനികമായിട്ടുള്ള പ്രസ്താവനയല്ലേ എന്ന് ഈ ജോൺസനെ പോലെയുള്ള ആളുകൾ എന്നോട് ചോദിക്കും. കാരണം ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന കാൽപ്പനിക തലത്തിലല്ലല്ലോ കിടക്കുന്നത്. ഇത് മുഴുവനും നിയമപരമായി കിടക്കുന്ന കെട്ടുപാടുകളാണ്. ആ കെട്ടുപാടുകളെ അഴിച്ച് ഉടച്ച് ഇവർക്ക് പരിഹാരം കാണുക എന്ന് പറയുന്നതിന് തുടക്കത്തിന് മാത്രമാണ് നാം നേരത്തെ പറഞ്ഞ ഈ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ട് ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. പരിഹരിക്കാൻ രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. നിയമപരമായി ഈ മനുഷ്യർ എത്തപ്പെട്ടിരിക്കുന്ന കുരുക്കുകളിൽ നിന്ന് അവരെ രക്ഷ പ്രാപിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ഭൂമി അവർക്ക് ഒരു തരത്തിലും ക്രയവിക്രയം ചെയ്യാനായിട്ട് പറ്റാത്തതായി മാറിക്കഴിഞ്ഞിരിക്കും. ആധാരം രേഖപ്പെടുത്തി കൊടുത്ത സമയത്ത് ഇത് എല്ലാ തരത്തിലുള്ള ക്രയവിക്രയത്തിനുമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകുന്നതെന്ന് രേഖപ്പെടുത്തിയ രേഖയായിട്ട് ആധാരം കയ്യിലിരിക്കുന്ന മനുഷ്യനോടാണ് പറയുന്നത്, നിനക്കിത് ക്രയവിക്രയം ചെയ്യാനായിട്ട് ഒരവകാശവും ഇല്ലായിരുന്നു. സർക്കാരിൻ്റെ രേഖയാണ്, സർക്കാരിൻ്റെ മുദ്രപത്രമാണ്, സർക്കാരിൻ്റെ വിൽപ്പത്രമാണ്. ശരി, അത് സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ലംഘിക്കപ്പെട്ട് കഴിയുന്ന ഈ മനുഷ്യൻ ഈ നിയമങ്ങളുടെ നൂലാമാലകളിൽ കിടന്ന് ശ്വാസം മുട്ടി ചാകാൻ പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അവരുടെ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നടക്കണമെങ്കിൽ നിയമപരമായ രീതിയിൽ തന്നെ അവർക്ക് അവകാശ ലഭ്യത ഉണ്ടായേ പറ്റൂ. അതാണ് പ്രശ്നം. അപ്പം അത് തുടങ്ങാൻ വേണ്ടി മാത്രമേ നമ്മളീ പറഞ്ഞ ഈ കാൽപ്പനികമായിട്ടുള്ള മാനുഷിക പരിഗണന എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളൂ. അവിടെ കൊണ്ടൊരിക്കലും ഇത് പരിഹരിക്കാനായിട്ട് പറ്റിയില്ല. അവിടെ നിന്ന് തുടങ്ങുക, അവിടെ നിന്ന് മുന്നോട്ട് പോവുക, അവിടെ നിന്ന് മുന്നോട്ട് പോയി ഇത് നിയമപരമായിട്ടുള്ള കെട്ടുപാടുകൾ പരിഹരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. കുറ്റവാളികൾ ആരാണ്? ആ കുറ്റവാളികളെയാണ് ശിക്ഷിക്കേണ്ടത്. ആ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ പെട്ടുപോയിരിക്കുന്നതായിട്ടുള്ള മനുഷ്യന് ജീവിക്കാനായിട്ടുള്ള പുതിയ വഴികൾ തുറന്നു കൊടുക്കേണ്ടതും ആവശ്യമാണ്. അതിന് സർക്കാർ ഭൂമി ദാനം ചെയ്യുകയോ ഏറ്റെടുത്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് നമ്മൾ പറയുന്ന പ്രശ്നപരിഹാര സംവിധാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളെ അടച്ചു കാണുന്നു. അതല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? ഇതിൽ ഈ പണം വാങ്ങിയിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കോളേജ്, ട്രസ്റ്റ്, പിന്നെ ഈ പവർ ഓഫ് അറ്റേണി വാങ്ങി ഇതെല്ലാം കൈകാര്യം ചെയ്ത വക്കീൽ, അവരൊക്കെ പ്രതികളാണ് ശരിക്കും പറഞ്ഞാൽ. ആ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമം തന്നെ ഉപയോഗിച്ച്, അതുപോലെ വക്കപ്പോഴും അതിനകത്തൊരു പ്രതിയായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ. കാരണം അവരുടെ മൗനമാണ് ഈ അപകടത്തിന് മുഴുവനുമായി കാരണമായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ മൗനത്തിനെയും തീർച്ചയായിട്ടും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിലേക്കുള്ളൊരു പരിഹാരം എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നിൽ നാം അന്വേഷിക്കേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ്. ആ തോന്നലുകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. തുടർന്ന് നടക്കുന്ന ഏതുതരം പ്രക്രിയകളിലും ഞാൻ പങ്കാളിയാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.